എന്തായാലും ഈ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ലഹരി തടയാനുള്ള ആക്ഷൻ പ്ലാൻ നൽകാനും നിർദ്ദേശം. ക്യാമ്പസുകളിലെ ലഹരി മരുന്ന് ഭീഷണിയെ നേരിടുന്നത് ചർച്ച ചെയ്യാൻ വിസിമാരുടെ യോഗവും ഗവർണർ വിളിച്ചിട്ടുണ്ട്. ശാലിനി ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി. ശാലിനി, നമുക്കറിയാം സംസ്ഥാനത്തെ ലഹരി വ്യാപനം വലിയ രീതിയിൽ തന്നെയാണ്. ഇതിൽ ഗവർണർ ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതു രീതിയിലുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി ലഹരി പിടിമുറുക്കുകയാണ്. അത് കോളേജുകൾ ഒപ്പം തന്നെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ കേന്ദ്രീകരിച്ച് വ്യാപനവും വിപണനവും നടക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ കൊച്ചിയിലടക്കം നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രതിദിനം രാത്രികളിൽ നടത്തിയ പരിശോധനയിലടക്കം 300-ലധികം വരുന്ന ആളുകളെ പ്രതിദിനം പിടിക്കുന്ന അല്ലെങ്കിൽ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസും എക്സൈസും എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് നിർണായക ഇടപെടൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിഷയത്തിൽ DGPയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഉടനടി വിഷയത്തിൽ റിപ്പോർട്ട് നൽകണം, എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ നൽകണമെന്നുള്ളതാണ് ഗവർണർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി തടയാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ തയ്യാറാക്കിയ പ്ലാൻ അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ആ പ്ലാൻ ഉടൻ തന്നെ തയ്യാറാക്കി നൽകണമെന്നുള്ളതാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനകൾ മാത്രം പോരാ, കൃത്യമായ പരിശോധനയും ആക്ഷൻ പ്ലാനും നടത്തി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കണമെന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ DGPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് ഗവർണർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് DGP നൽകാനുള്ള സാധ്യതയും സാഹചര്യങ്ങളുമാണ് തെളിയുന്നത്. കാരണം അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് അതിന് ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുക. അതിനു മുൻപ് തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട്. കൂടാതെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ സർവകലാശാലകളെയും VCമാരെ രാജ്ഭവനിലേക്ക് ഗവർണർ വിളിപ്പിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30-നാണ് ഈ സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥികൾക്കിടയിലും പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവും വർദ്ധിക്കുന്ന സാഹചര്യം വിലയിരുത്താൻ ഗവർണർ VCമാരെ വിളിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ ഈ ലഹരി എന്ന വിപത്ത് ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവാക്കാം, അതിന് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാം, ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിച്ച് കോളേജുകളിലടക്കം വലിയ രീതിയിലുള്ള റാഗിങ്ങും ജൂനിയർ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ സഹപാഠികളെയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗുരുതരമായി പരിഗണിച്ച് അതിൽ കൃത്യമായ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ രാജ്ഭവൻ ഒരുങ്ങുന്നത്. അതിന്റെ നിർണായക നടപടിയാണ് ഈ DGPയോടുള്ള റിപ്പോർട്ട് തേടൽ, ഒപ്പം തന്നെ VCമാരുടെ യോഗം വിളിക്കൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കടുത്ത നടപടികൾ തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സാഹചര്യം, പരിശോധനകൾ വ്യാപകമാക്കാത്ത സാഹചര്യം, ഈ കഞ്ചാവും ഡ്രഗ്സും അടക്കമുള്ളവരെ പിടികൂടി പിന്നീട് വിട്ടയക്കുന്ന പശ്ചാത്തലം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും കൃത്യമായ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് രാജ്ഭവനും ഗവർണറും ഈ ഘട്ടത്തിൽ സർക്കാർ നൽകുകയും ചെയ്യുന്നത്. രോഹിണി. ശരി ശാലിനി, എന്തായാലും സംസ്ഥാനത്തെ ഈ ലഹരി വ്യാപനത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.